പിന്നെ അഞ്ജലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേസിൽ നിന്ന് ഈ ഹാർഡ് ഡിസ്ക് നീ അടിച്ചു മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറും എന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട മോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രൊമോയും അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിരുന്നു. എന്താണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇന്നലെ നമ്മൾ കണ്ട സീൻ എന്ന് പറയുന്നത്, ഏറ്റവും അവസാനം എന്ന് പറയുന്നത്, ചാൾസിനെ അർജുനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് തരകന്റെ അടുത്ത് ഏൽപ്പിക്കുന്ന SI തരകന്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അഞ്ജലിയെ ആക്രമിച്ചവനാണ്, അതുപോലെ താനുമായിട്ട് ഏറ്റുമുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാൾസിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ തരകൻ SI ശരിക്കും പിന്നെ കുടുങ്ങിയൊരു അവസ്ഥയാണ്. രാഘവനുണ്ണിയുടെ മകനാണെന്ന് അറിയുകയും ചെയ്തു. ഇതിപ്പോ പിടിച്ച് ലോക്കപ്പിൽ ഇടാതിരിക്കാനായിട്ട് വഴിയുമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ തരകൻ SI ഇവനെ വേണ്ടത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനെ ബോധിപ്പിച്ചിട്ട് ലോക്കപ്പിൽ പിടിച്ച് ചാൾസിനെ ഇടുന്നു. അങ്ങനെ അർജുൻ അവിടെ നിന്ന് വിട്ടുപോരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ തരകം വിളിച്ചിട്ട് കുറുപ്പിനോട് ഈ കാര്യം പറയുന്നതോട് കൂടിയാണ് ഇന്നലത്തെ എപ്പിസോഡൊക്കെ തീർന്നത് അല്ലെ. അപ്പൊ അതിന്റെ ബാക്കി എന്നോണമാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് കുറുപ്പിനോട് ഇങ്ങനെ കാര്യങ്ങൾ തരകൻ പറയുകയാണ്, അർജുനാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ കുറുപ്പാകെ ഞെട്ടിയിരിക്കുകയാണ്. രാഘവനുണ്ണിയുടെ മകൻ അർജുൻ ഇത് ചെയ്ത കാര്യം എന്താണ്, അതും അഞ്ജലിയും കേസുമായി ബന്ധപ്പെട്ട്, അതും അഞ്ജലിയായിട്ട് എന്ത് ബന്ധമാണ് ഈ അർജുൻ ഉള്ളത്, ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താണ്, ഇങ്ങനെയൊക്കെ ആലോചിച്ച് കുറുപ്പ് ശരിയും ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തരകൻ SI പറയും, ഞാൻ വേണ്ടത് ചെയ്തോളാം. അപ്പൊ കുറുപ്പ് പറയും, ചാൾസ് നമ്മുടെ ആളാണെന്ന് തനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അപ്പൊ താൻ വേണ്ടത് ചെയ്തോണം എന്ന് പറയും. അപ്പോൾ തരകൻ പറയും, ഓക്കെ ഞാൻ വേണ്ടത് ചെയ്തോളാം കുറുപ്പ് സാറേ എന്നൊക്കെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കുറുപ്പ് പറയുകയാണ്, കാവ്യോട് പറയുകയാണ്, ഈ മോളെ നീ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, അർജുനാണ് ഈ ചാൾസിനെ പിടിച്ചു കൊടുക്കാനായിട്ട് ഇടപെട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അർജുനും അഞ്ജലിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് മോളെ എന്നിങ്ങനെ പറയും. അപ്പൊ കാവ്യ അത് ഒരു അത്ര കാഷ്വലായിട്ട് രീതി പറയും. തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കുറിപ്പ് പറയുക, അങ്ങനെയൊന്നും അല്ല, നീ പറഞ്ഞ പോലെ അല്ലേ, എന്തോ ഒരു സംഭവം ഉണ്ട്, ഇതിന്റെ പിന്നിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്തോ ഒരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ അഞ്ജലിയുടെ കേസിൽ കയറിയിട്ട് ഈ അർജുൻ ഇടപെടുത്ത കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാവ്യ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താണ് ആ സംഭവം എന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്, അഞ്ജലി പത്മേനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയാണ്, സ്കൂട്ടറിൽ തിരിച്ചെത്തി. അതിനുശേഷം പത്മയോട് അഞ്ജലി പറയുന്നുണ്ട്, പത്മ നമുക്കറിയാം ഇന്ന് കോടതിയിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ട് നിന്നെ മോശക്കാരിയാക്കി പല കാര്യങ്ങളൊക്കെ ഈ രാഘവനുണ്ണി, അതായത് വളരെ വൾഗറായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ അവർ ജയിക്കാൻ വേണ്ടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെന്ന് വരും. അത് കണ്ട് നീ തളരാൻ നിൽക്കരുത്, ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് അഞ്ജലി പത്മയ്ക്ക് ഉപദേശം കൊടുക്കും. പിന്നെ എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ജലി സ്കൂട്ടർ എടുത്ത് വിട്ടുപോവുകയാണ്. അപ്പൊ പത്മ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ അമ്മായി ഉണ്ട് കേട്ടോ. അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുള്ളിക്കാരി കുത്തുവാക്കുകൾ കൊണ്ട് പത്മയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോർച്ചർ ചെയ്യുകയാണ്. കോടതിയിൽ പോലും ഇത്രയും വലിയ ടോർച്ചറിങ് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പത്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ പോലും ഇത്ര വലിയ ടോർച്ചറിങ് ഉണ്ടായിട്ടില്ല. അതുപോലെയാണ് ഈ അമ്മായി വാക്കുകൾ കൊണ്ട് ഈ പത്മയെ വേദനിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ പുള്ളിക്കാരി പറയുകയാണ്, നീ വന്നോ, നീ എന്തിനാ വന്നത്, നിനക്ക് പോയി ചത്തൂടെ, അന്ന് നിന്നെ അനുഭവം വന്ന് വിളിച്ചപ്പോൾ നിനക്ക് പൊയ്ക്കൂടായിരുന്നോ, കേസും പറഞ്ഞ് നടക്കുക, നീ ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല, നീയൊക്കെ പോയി ചാകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പത്മയുടെ മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വെട്ടിക്കീറും കേട്ടോ. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പുള്ളിക്കാരിനെ എന്താ പറയാമോ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ആ സീന് കാണുമ്പോൾ തോന്നുന്നു. എന്താണെങ്കിലും പത്മയ്ക്ക് നെഞ്ചങ്ങ് മനസ്സങ്ങ് തകർന്നു കേട്ടോ. അവള് പത്മയാണെങ്കിൽ റൂമിൽ കയറി വാലടിക്കും. ആ സമയത്ത് ആര്യ വരുന്നുണ്ട്. ആര്യ പറഞ്ഞ് പത്മയെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ അതൊന്നും കേൾക്കാത്ത പത്മ അകത്തേക്ക് കയറിപ്പോകും കേട്ടോ. അപ്പൊ അങ്ങനെ പത്മയ്ക്ക് വീണ്ടും മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട്, ഒരു വിധത്തില് അഞ്ജലി ആശ്വസിപ്പിച്ചിട്ട് പോയതാ കേട്ടോ. എന്നിട്ടും ഈ അമ്മായിയുടെയും ദുഷ്ട മനസ്സാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ പത്മ വളരെ വിഷമത്തോടെ റൂമിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഇതിനിടയിൽ നമുക്കറിയാം പത്മേനെയും കൊണ്ട് അഞ്ജലി വന്ന സമയത്ത് അഞ്ജലി എനിക്കൊരു പണി കൂടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്ത് പണിയായിരിക്കും എന്നുള്ള കാര്യം. എന്താണെങ്കിലും
അഞ്ജലി നേരെ പോകുന്നത് ശംഖുമുഖം തറവാട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് അഞ്ജലി പുറത്തു നിന്ന് ഫോണിൽ അനുപമയെ വിളിക്കും. അനുപമ അഞ്ജലിയുടെ ഫോൺ കാണുമ്പോൾ, ഓ ഇവളോ എന്തിനാണാവോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ അഞ്ജലി പറയും, ഞാൻ അങ്ങോട്ട് കയറി വരണോ അതോ നീ ഇങ്ങോട്ട് ഇറങ്ങി വരണോന്ന് ചോദിക്കില്ല. അങ്ങോട്ട് കയറി വന്നാൽ നിനക്ക് പ്രശ്നങ്ങളുണ്ടാവും, അതോ നീ ഇങ്ങോട്ട് ഇറങ്ങി വരണോന്ന് ചോദിക്കും. അപ്പോൾ അനുപമ ഞെട്ടിപ്പോട്ടോ. അഞ്ജലി ഇങ്ങോട്ട് കയറി വരുമെന്ന് ശരിക്കും പറഞ്ഞ അനുപമ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്താണെങ്കിലും അനുപമ അവിടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ അഞ്ജലി കാത്തിരിപ്പുണ്ട് കേട്ടോ, അനുപമയെ കൈകാര്യം ചെയ്യാനായിട്ട്. എന്താണെങ്കിലും അവിടെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അനുപമയോട് പറയാവുന്ന അത്രയും കാര്യങ്ങളെല്ലാം അഞ്ജലിക്കുട്ടി പറയാണ്. അതായത് നീ നെറുകെട്ട എന്ത് പണിയും നീ ചെയ്യും, നീ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നീ പണക്കാരി മരുമകളല്ലേ, ഇറങ്ങി വാ, നീ എന്ത് വൃത്തികെട്ട പണിയും നീ ജയിക്കാൻ വേണ്ടി ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു വളരെ ഇതായിട്ട് അഞ്ജലി അവിടെ അനുപമയിട്ട് ഇങ്ങനെ ചവിട്ടി കൂട്ടുന്ന പോലത്തെ രംഗങ്ങളാണ് കേട്ടോ. അപ്പൊ അപ്പോഴും അനുപമ പിടിച്ചു നിൽക്കുന്നുണ്ട്, ദൈവം എൻ്റെ ഒപ്പമാണ്, ദൈവഹിതം ഇതാണ്, ഞാൻ അന്ന് അവിടെ വന്നു, അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് എടുക്കാനായിട്ടുള്ള അവസരം ദൈവമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാ, അത് ദൈവഹിതമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ അടുത്ത് അനുപമി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അഞ്ജലി പറയും, അങ്ങനെ ഒരു ദൈവഹിതം ഇല്ല, ദൈവത്തിനും അബദ്ധങ്ങൾ പറ്റാമല്ലോ, ദൈവത്തിന് പറ്റിയ ഒരു അബദ്ധം മാത്രമാണ്, അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. പിന്നെ അഞ്ജലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേസിൽ നിന്ന് ഈ ഹാർഡ് ഡിസ്ക് നീ അടിച്ചു മാറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറും എന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട മോളെ, അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി അനുപമയോട് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ അനുപമയുടെ ഒരു മുഖം അങ്ങ് മാറും കേട്ടോ. അപ്പൊ അഞ്ജലി അവിടെ പറയാണ്, ഒരിക്കലും ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല, നീ അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, ഇത് എന്റെ വീടാണ്, നീ കൂടുതൽ പറയാതെ ഇറങ്ങി പോകുന്നു പറഞ്ഞുകൊണ്ട് അനുപമ പറയുന്നുണ്ട്. അപ്പം അനുപമയോട് അഞ്ജലി പറയും, ഇന്നലെ രാത്രി ഇത് നിന്റെ വീടല്ലായിരുന്നല്ലോ, അന്നേരം നിനക്ക് കയറി കിടക്കാനായിട്ട് വരാനായിട്ട് എൻ്റെ ആ വീട് മാത്രമേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നീ കൂടുതൽ പറയാൻ നിൽക്കുമെന്നും വേണ്ട, ഈ കേസിൽ നിന്ന് പിന്മാറുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനുപമയെ അടിച്ചിരുത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി അവിടുന്ന് പോകാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം അടുത്ത് നടക്കുന്ന സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസിൽ വളരെ അനുകൂലമായിട്ട് രീതിയിലാണല്ലോ ഇപ്പോൾ കുറുപ്പിന്റെ ടീമിനൊക്കെ ഉള്ളത്. അപ്പോൾ അതായത് കാർത്തികിന് വളരെ അനുകൂലമായിട്ട് രീതിയിലാണ് കാര്യങ്ങൾ, രാഘവനുണ്ണിയുടെ കേസിൽ രാഘവനുണ്ണിക്കും വളരെ അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഹരിയും രാഘവനുണ്ണിയും കൂടെ കുറുപ്പിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേനും കാവ്യ ഒന്ന് സ്വീകരിക്കുന്നു, അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുപമ ഈ ചേച്ചിയാണ് എന്നറിഞ്ഞ സമയത്ത് കുറുപ്പ് വളരെ മോശമായിട്ട് പുള്ളിക്ക് ദേഷ്യമോ ഒന്നും സഹിക്കാൻ പറ്റാതെ അതും അല്ല ഈ രാഘവനുണ്ണിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം അതോർത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തന്നെ രാഘവനുണ്ണി ഒരിക്കലും ചതി ചെയ്തിട്ടില്ല എന്നുള്ള സത്യം ഇപ്പൊ ശരിക്കും തന്നെ കുറുപ്പ് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഒരു മടി ഉണ്ടായിരുന്നു രാഘവനുണ്ണിനെ ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രാഘവനുണ്ണിയെ കാണുമ്പോൾ സോറിയൊക്കെ കുറെ കുറുപ്പ് പറയും. അങ്ങനെ അവര് വീണ്ടും കൈക്കാരാകുകയാണ് സുഹൃത്തുക്കളെ, അങ്ങനെ വീണ്ടും കൈക്കാരാകുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു. അവര് കാഷ്വലായിട്ട് കുറെ ടോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. കേസിൽ ഇനി നമുക്കൊന്നും പേടിക്കാനില്ല, ഹാർഡ് ഡിസ്കിന്റെ കാര്യങ്ങളൊക്കെ അവര് പറയാണ്. ഹാർഡ് ഡിസ്കിലുള്ള കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ മായ്ക്കണം, നശിപ്പിച്ച് കളയണം. പക്ഷെ അതിനു മുമ്പായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഈ ഫയലുകൾ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് ഹരിയും പറയുന്നുണ്ട്. അപ്പൊ അതിന് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ് എങ്കിൽ പോലും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ പറയും. അതിനുശേഷം ഉടൻ തന്നെ അത് നശിപ്പിച്ച് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് രാഘവനുണ്ണിയും ഹരിയോട് പറയണം. ഹരി അപ്പൊ പറയും, ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം ആ കാര്യങ്ങളൊക്കെ പറയണം. ഇതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ പന്മ ഇതിനിടയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആര്യയോട് പറയും, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. കാരണം അതിനു മുമ്പ് പന്മ കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ കോടതിയിൽ വെച്ചിങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ പന്മേനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ കുറെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനിയുണ്ട് മോശമായ ചിത്രങ്ങൾ, അത് വളരെ വളരാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പന്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കുമ്പോഴാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഈ അമ്മായി അങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് എവിടെയെങ്കിലും പോയി ചത്താ മതി എന്ന് പറഞ്ഞൊരു ഫീലാണ് പത്മയ്ക്ക് ആ നിമിഷം തോന്നുന്നത്. അപ്പം ബാഗും എടുത്തോട്ട് പത്മ ഇറങ്ങും. അപ്പൊ ആര്യ ഇത് കാണുമ്പോൾ ആര്യ ചോദിക്കും എങ്ങോട്ടാ പോണേന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പോവുകയാണ് ചേച്ചി, എന്നെ പോലുള്ളവർക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ അർഹതയില്ല, അങ്ങനെ ഇപ്പൊ ഞാൻ ഇനി പോവുകയാണ്, എന്നെ ഇനി അന്വേഷിക്കണം, നിങ്ങളെയൊന്നും ഞാൻ മറക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മ ഇറങ്ങി പോകാനായിട്ട് പോവുക കേട്ടോ. അപ്പൊ ആര്യക്കാണ് പിടിക്കാനും പറ്റത്തില്ലല്ലോ, ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുമല്ലേ. ആര്യ എത്ര പറഞ്ഞിട്ട് നിൽക്കത്തില്ല കേട്ടോ. പത്മ ഓടിപ്പോവും ബാക്കിയായിട്ട്. ഈ സമയത്ത് ആര്യങ്ങനെ മുമ്പോട്ട് വന്ന് ആ വീൽ ചെയറിന് താഴേക്ക് വീഴുകയൊക്കെ ചെയ്യും. ആ സമയത്ത്
ഇതുപോലെ തന്നെ അർജുൻ അവിടെ ജീപ്പിൽ അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അർജുന് ആര്യ വീണ് കിടക്കുന്നത് കാണാൻ ഓടി വരും. അതുപോലെ തന്നെ ആര്യയുടെ കൂട്ടുകാരി ആ സമയത്ത് അവിടെ തന്നെ വരും. അപ്പോൾ ആര്യനെ എഴുന്നേൽപ്പിച്ച് വെള്ളമെല്ലാം കൊടുത്ത് ആര്യ പറയും ഇങ്ങനെ പത്മ ഇറങ്ങിപ്പോയി, നിങ്ങൾ എങ്ങനെയും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടോ, വേഗം ഒന്ന് അന്വേഷിക്കാവോ എന്നൊക്കെ പറഞ്ഞ് ആര്യ കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ തന്നെ അർജുൻ പറയും ഞാൻ ഉടൻ തപ്പി നോക്കാം, എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നോക്കും, ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അർജുന് വേഗം ജീപ്പ് എടുത്തിട്ട് പോകും. അപ്പൊ ഈ സമയത്ത് തന്നെയാണ് മറ്റു സീനുകൾ നടക്കുന്നത് കേട്ടോ. അപ്പൊ ഈ സമയത്തൊന്നും അഞ്ജലി അവിടെ ഇല്ല, അഞ്ജലി അനുപമയുടെ അടുത്ത് പോയേക്കുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് ആണ് ഈ കുറുപ്പും അത് രാഘവനുണ്ണിയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന സീൻ എന്ന് പറയുന്നത്. രാഘവനുണ്ണിയോട് കുറുപ്പും കാവ്യം കൂടി പറയുകയാണ് അർജുൻ ഈ കേസിൽ ഇടപെട്ടു, ചാൾസ് ഇങ്ങനെ ലോക്കപ്പിലായി, ചാൾസിനെ പിടിച്ച് ലോക്കപ്പിലിട്ടത് അർജുനാണ്, അർജുനും അഞ്ജലിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ രാഘവനുണ്ണി അങ്ങ് ഞെട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞ ഷോക്കഡായിപ്പോകും രാഘവനുണ്ണി. അഞ്ജലിയുടെ കേസിൽ അർജുൻ എന്താണ്, അവൻ എന്താണ് അതിൽ ഇടപെടേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനാണ് ശരിക്കും പറഞ്ഞുള്ളത്. രാഘവനുണ്ണിയും ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാണ് അർജുനും അഞ്ജലിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള കാര്യം രാഘവനുണ്ണിയും തിരിച്ചറിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും വളരെ നല്ലൊരു എപ്പിസോഡാണ്, നിങ്ങൾ എന്താണെങ്കിലും കാത്തിരിക്കുക. രാത്രിയിൽ നമ്മൾ പ്രൊമോ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ.